ഒരു ഭൂമി എടുക്കുമ്പോൾ ഏത് വിധത്തിലുള്ള ഭൂമിയാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമിശാസ്ത്ര പ്രകാരം നമ്മൾ വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് നീരൊഴുക്കുള്ള ഭൂമിയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. സുബൈർ ബാപ്പാണ്. ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നാണ്. വീടുമായി ബന്ധപ്പെട്ട് കുറേ ആൾക്കാർക്ക് പല പല സംശയങ്ങളുണ്ട്. ഒരു വീടെടുക്കുമ്പോൾ എന്ത് ചെയ്യണം, ഏത് രീതിയായിരിക്കണം എടുക്കേണ്ടത്, എവിടെയാണ് ഭൂമി സെലക്ട് ചെയ്യേണ്ടത്, ഏത് രീതിയിലുള്ള ഭൂമിയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊന്നും വ്യക്തമായ ഒരു അറിവുകൾ നിങ്ങൾക്ക് പലർക്കും ഇല്ല എന്നുള്ളതാണ് സത്യം. അതിനെക്കുറിച്ച് വ്യക്തമായ അറിവുകൾ നമ്മുടെ പക്കലുണ്ട്, അതായത് എൻ്റെ പക്കലുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അല്ല അപ്പോൾ നീ എല്ലാം കൊണ്ടും തേഞ്ഞവനാണെന്ന്. എല്ലാം കൊണ്ടും തേഞ്ഞവനാണെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് ഉള്ള അറിവുകൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹമുണ്ട്. ഒരു ഭൂമി എടുക്കുമ്പോൾ ഏത് വിധത്തിലുള്ള ഭൂമിയാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമിശാസ്ത്ര പ്രകാരം നമ്മൾ വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് നീരൊഴുക്കുള്ള ഭൂമിയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. എന്നാണ് അതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാസ്തു പ്രകാരം അങ്ങനെയാണ് ഒരുവിധ ആൾക്കാർ നോക്കാറുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. കാരണം ഒരു 5-6 വർഷത്തെ എൻ്റെ ഈ ഒരു റിയൽ എസ്റ്റേറ്റ് എക്സ്പീരിയൻസ്, അതായത് ഓൺലൈനിലൂടെയുള്ള റിയൽ എസ്റ്റേറ്റ് എക്സ്പീരിയൻസ് 2007 മുതൽ ഈ മേഖലയിലുണ്ടെങ്കിലും ഇപ്പോഴാണ് ഞാൻ ഭൂമിയുമായി വീടുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് പൊതുവെ ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് അറിവ് കിട്ടിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ആ വിധത്തിലുള്ള ഭൂമികൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. പിന്നെ വാസ്തു പ്രകാരം പല വിശ്വാസങ്ങളുണ്ട്. എന്താ പറയുക, തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കുഴികൾ വരാൻ പാടില്ല, അഴുക്കുകൾ വരാൻ പാടില്ല, വാട്ടർ പൈപ്പ് കണക്ഷൻ വരാൻ പാടില്ല, വേസ്റ്റ് പൈപ്പ് കണക്ഷൻ വരാൻ പാടില്ല എന്നുള്ള വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. അത് ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയിലാണ് ആ വിശ്വാസങ്ങൾ. പിന്നെ ഭൂമിക്ക് നമ്മുടേതായിട്ട് ഭൂമിക്ക് അതിന് കറക്റ്റ് അളവുകൾ വേണം. പിന്നെ ഒരു ഏക്കറയിലുള്ള ആൾക്കാർ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 10 ഏക്കറയിൽ ഒരു വീട് ഉണ്ടാവാറുണ്ട്. ഈ 10 ഏക്കറയിൽ വീട് ഉണ്ടാവുകയാണെങ്കിലും ആ ഒരു വീടിന് ഒരു അതിർത്തി ഉണ്ടാവാറുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ്, അല്ലേ? ഞാൻ പറയുന്നത് ചുമയല്ലല്ലോ, നിങ്ങൾ നോക്കിക്കോ. ഏതൊരു വീട് ഉണ്ടാവുകയാണെങ്കിലും ഒരു 5 ഏക്കറിൽ 2 ഏക്കറിൽ ഒരു വീടാണെങ്കിലും ആ വീടിനൊരു അതിർത്തി ബൗണ്ടറി ഉണ്ടാവും. അതിന് മുറ്റം മറ്റതൊക്കെ കെട്ടാൻ വേണ്ടി ഇങ്ങനെ ബൗണ്ടറി റെഡിയൊക്കെ ഉണ്ടാവും. അത് പക്ക വാസ്തു പ്രകാരം ചെയ്യുന്നതാണ്. അല്ലാതെ ചുമ്മാ ഒരു 10 ഏക്കറിൽ ഒരു വീടാണെങ്കിൽ ആ വീട് അങ്ങനെ പരത്തിയിട്ടുണ്ടാവില്ല. അതിന് കറക്റ്റ് ചുറ്റുഭാഗം അതിൽ. പിന്നെ നല്ല വാസ്തു നോക്കുന്ന ആൾക്കാരാണെങ്കിൽ കിഴക്ക് വടക്ക് മൂല ആ ഭാഗത്തായിരിക്കും അതിന് നീരൊഴുക്ക് ഉണ്ടാകുക. ഇപ്പോൾ ചില ആൾക്കാർ ആ നീരൊഴുക്ക് മാറ്റാറുണ്ട്. ചിലത് പടിഞ്ഞാറ് ഭാഗത്ത് നീരൊഴുക്കുള്ള ഭൂമിയാണെങ്കിൽ ഈ ഒരു രീതിയിൽ 1 ഏക്കർ അല്ലെങ്കിൽ 1/2 ഏക്കറിലേക്കാണ് എങ്കിൽ അവരൊക്കെ എന്ത് ചെയ്യും, ഈ ഭൂമിക്ക് ഒരു ബൗണ്ടറി ഉണ്ടാക്കും. ആ ബൗണ്ടറിയിൽ അവർ അതിൻ്റെ അതായത് വീട്ടിൽ നിന്ന്, നമ്മളെ പുരയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ടെറസിൽ നിന്ന് ചാടുന്ന വെള്ളം, ആ വെള്ളം വടക്ക് കിഴക്ക് ഭാഗത്തെ മൂലയിലൂടെയാണ് അവർ ഒഴുക്കി വിടാറുള്ളത്. വാസ്തു പ്രകാരം അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് പറയാറുള്ളത്. അത് എൻ്റെ അറിവല്ല, എനിക്ക് കിട്ടിയ അറിവാണ്. അപ്പോൾ ആ വക കാര്യങ്ങൾ നോക്കുന്നവർക്ക് അത് നല്ലതായിരിക്കും. ഇതിലൊക്കെ അന്ധവിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല. ഞാൻ ഈ നാട്ടുകാരനേ അല്ല. ഞാൻ വാസ്തു പ്രകാരമുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. എന്തിനും ഒരു ശാസ്ത്രം ഉണ്ടല്ലോ, ഭൂമിശാസ്ത്രം, അല്ലേ? ആ ഭൂമിശാസ്ത്രപരമായിട്ട് ഇതിന് നോക്കാറുണ്ട്. അപ്പോൾ ഇന്ത്യയിലാണ് ഇതിന് ഭൂമിശാസ്ത്രം, ഗൾഫിലൊന്നും ഇത് നോക്കാറില്ല എന്ന് പറയുന്നത് ശരിയാണ്. ഗൾഫിലൊന്നും നോക്കാറില്ല, അവിടെ അതുണ്ടോ ഇല്ല എനിക്കറിയില്ല. എന്നാൽ ഇന്ത്യ രാജ്യത്ത് ഓരോ ഭാഗത്തും ഓരോ രീതിയിലാണല്ലോ. ഇപ്പം ഇവിടെ സ്വർണത്തിൻ്റെ എന്തുള്ള ഖനികളൊന്നുമില്ല, ഗൾഫിൽ അതുണ്ട്. അത് കരുതി എന്തുകൊണ്ട് ഇന്ത്യയിലുള്ള ഭൂമി തന്നെയല്ല അവിടെ? അല്ലല്ലോ, ഭൂമിക്ക് മാറ്റമുണ്ട്. അവിടെ സ്വർണം കിട്ടുന്നുണ്ട്, ഇവിടെ സ്വർണം കിട്ടുന്നില്ല, വ്യത്യാസമുണ്ട്. ചില ഭാഗത്ത് വെള്ളം കിട്ടുന്നുണ്ട്, മറ്റു ചിലത്ത് വെള്ളം കിട്ടാറില്ല. ഭൂമി പല ഭാഗത്തും പല രീതിയിലാണ്. അപ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാവും. ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്സ് അറിവുകൾക്ക് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തിടാം. ഓക്കെ.